ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വേറൊരു സംഭവം, നമ്മൾക്കൊരു ഹെൽത്ത്, നമ്മളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് കറക്റ്റ് ആണോ, നമ്മൾ ഡേഞ്ചർ സോണിലാണോ ഇല്ലയോ എന്ന് അസസ് ചെയ്യാനുള്ള ഒരു കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ലേറ്റസ്റ്റ് സ്റ്റഡി നമ്മൾ കാണിക്കുക വഴിയാണ് നമ്മൾ പറയുന്നത്. എന്നുവെച്ചാല് ഒന്ന്, ഒരു മൂന്ന് ബയോമെട്രിക്സും പിന്നെ ബ്ലഡ് ടെസ്റ്റുമാണ് അതിനകത്തുള്ളത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഹെൽത്ത് സ്റ്റാറ്റസ്, ബയോമെട്രിക്സ് നമുക്ക് ഒന്നാമത്തെ ബയോമെട്രിക്സ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, നമ്മളുടെ വേസ്റ്റും നമ്മളുടെ ഹിപ്പും നമ്മളുടെ റേഷ്യോ. അത് നമ്മളിപ്പോ ആംബി ഓഫീസിൽ നമ്മൾ ബയോമെട്രിക് ചെല്ലുന്നു, വെയിറ്റ് അതൊക്കെ നോക്കാനുള്ള അതുവഴിയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ചില ലാബുകളിലൊക്കെ ഉണ്ടാവും. ഒന്ന് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, അത് 0.9 കൂടാൻ പാടില്ല. പിന്നെ പെർസെൻറ്റേജ് ഓഫ് സ്കെൽറ്റൽ മസിൽ, ആണുങ്ങളില് 50-60% അതിൽ കുറയരുത്. മസിൽ മാസിന്റെ ഗുണം മനസ്സിലായല്ലോ. മസിൽ മാസ് ഉണ്ടെങ്കിൽ, മസിൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇൻസുലിൻ കൺട്രോൾഡ് ആയിരിക്കും. ഇൻസുലിൻ മാസ്റ്റർ ഹോർമോൺ ആണ്. എപ്പോഴും ആലോചിക്കുക, ഇൻസുലിൻ നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസത്തിലെ മാസ്റ്ററാണ്, ഷുഗർ കൺട്രോൾ മാത്രമല്ല. മസിൽ മാസ്, അപ്പൊ പെർസെൻറ്റേജ് ഓഫ് സ്കെൽറ്റൽ മസിൽ 50-60% മെയിലില്, ഫീമെയിലില് 40-50%. സ്കെലറ്റൽ മസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബോണില് പിടിപ്പിച്ചിരിക്കുന്ന മസിൽ, അല്ലാതെ മസിൽ ഉണ്ടെന്ന് അറിയാലോ. ഇൻഡസ്ട്രിയിലൊക്കെ മസിൽസ് ഉണ്ട്, ഹാർട്ടിൽ മസിൽസ് ഉണ്ട്. അതൊന്നുമല്ല, ബോണില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ മൂവ്മെന്റിനെ സഹായിക്കുന്ന മസിലിനാണ് സ്കെലറ്റൽ മസിൽ എന്ന് പറയാം. പെർസെൻറ്റേജ് സ്കെലറ്റൽ മസിൽ 50 കുറയാൻ പാടില്ല, ലേഡീസിൽ 40 കുറയാൻ പാടില്ല. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ്, അതിൽ ജെൻസിൽ 15-20% കൂടാൻ പാടില്ല, ലേഡീസിൽ 25% താഴെ ആയിരിക്കണം, 25% കൂടാൻ പാടില്ല. 10% താഴെ ഉണ്ട് കേട്ടോ. സ്പോർട്സ് പേഴ്സൺസ് തീരെ കുറവ്, പക്ഷെ അങ്ങനെ പാടില്ല, കുറച്ച് ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവണം. ഇത് മൂന്നും ബയോമെട്രിക്സ് ആണ്. ഇനി ബ്ലഡ് ടെസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മള് പരിചയമില്ലാത്ത ടെസ്റ്റുകളാണ് കേട്ടോ. ഇത് റുട്ടീനായിട്ട് നമ്മൾ പറഞ്ഞാലേ അവർ ചെയ്യുള്ളൂ. ആദ്യത്തത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ. രാത്രി ഒരു 8-10-9 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ 10 മണിക്കൂർ, 8 മുതൽ 10 മണിക്കൂർ ഗ്യാപ്പ്, ഭക്ഷണം കഴിക്കാതെയുള്ള ഗ്യാപ്പ് നിന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ. അത് 5-7 ആയിരിക്കണം, അതിനിടയിലായിരിക്കണം. 7-ൽ കൂടാൻ പാടില്ല. അത് ജെൻസും ലേഡീസും ഒക്കെ ഒന്ന് തന്നെ. 7-ൽ കൂടിയാൽ നമ്മൾക്കത് വിഷയമുണ്ടാക്കും. ഓക്കെ. രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പെസിഫിക് CRP, HSCRP എന്ന് പറയും. അത് 1-ൽ താഴെ ആയിരിക്കണം. പിന്നെ യൂറിക് ആസിഡ്, മൂന്നാമത്തെ ടെസ്റ്റ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് 5-ലും മീതെ പോകരുത്. അടുത്തത് ടെസ്റ്റ് വൈറ്റമിൻ ഡി ലെവൽ, ബ്ലഡിലെ വൈറ്റമിൻ ഡി ലെവൽ 50-70 ആയിരിക്കണം ഒപ്റ്റിമൽ ലെവല് കിട്ടണമെങ്കിൽ. അവിടെ ഇന്നത്തെ ലൈഫ് ചലഞ്ച് എക്കോസിസ്റ്റം, നമ്മുടെ പൊല്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്, നമ്മുടെ പെസ്റ്റിസൈഡ്സ് ധാരാളം ഉണ്ട്, മെന്റൽ സ്ട്രെസ് ധാരാളം ഉണ്ട്. വൈറ്റമിൻ ഡി ലെവൽ 50-70 ആയിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അത് ഒപ്റ്റിമൽ ലെവലാണ്. അതൊരു ആന്റി ഏജിങ് ലെവലാണ്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി നൽകുന്നതാണ്. അത് എല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. വൈറ്റമിൻ ഡി ലെവൽ ആ ലെവലിൽ എത്തിക്കണം. പിന്നെ അഞ്ചാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോസിസ്റ്റിൻ, അത് 15 താഴെ ആയിരിക്കണം. ഇത് മെയിൻ ആയിട്ടുള്ള 5 ടെസ്റ്റുകൾ. 3 ബയോമെട്രിക്സും 5 ഒരു ടെസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നത്. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം, മെഗ്നീഷ്യം ഒരുപാട് ആളുകൾക്ക് കുറവായി കണ്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നുവെച്ചാൽ മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, BP ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, സ്റ്റൊമക് പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, ഹാർട്ടിന്റെ റിതം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. മെഗ്നീഷ്യൻ ലെവല് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മൾ ഡേഞ്ചർ സോണിലാണോ, നമ്മളുടെ ഹെൽത്ത് ഡേഞ്ചർ സോണിലാണോ, എക്സ്ട്രീം ഡേഞ്ചർ ആണോ, എല്ലാം ഇതിൽ ഈ പറഞ്ഞ 8ഓളം ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതില് 1-2 പാരാമീറ്ററുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ റിസ്ക് ഉണ്ടാവില്ല. പക്ഷെ 3-4 പാരാമീറ്റേഴ്സ് അബ്നോർമൽ ആയി കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. 1-2 ഒക്കെ ചെറിയ വ്യത്യാസം വന്നാല്
വലിയ പ്രോബ്ലം ഇല്ലാതെ പോകാം. പക്ഷേ 3-4 പാരാമീറ്റേഴ്സ് വ്യത്യാസം കൂടുതലാണെങ്കിൽ, അത് അബ്നോർമൽ ആണെങ്കിൽ ഹൈ റിസ്ക് ആണ്. 5-6 കൂടുതൽ വന്നു കഴിഞ്ഞാൽ, 5 അതിൽ കൂടുതലോ, എക്സ്ട്രീംലി റിസ്ക് ആണ്. എന്ത് പ്രോബ്ലം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇത് ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ ഇതൊന്നും റുട്ടീനായിട്ട് നമ്മൾ ഷുഗർ പോയി ചെക്ക് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഷുഗർ സിംറ്റം മാത്രമാണ്. നമ്മളുടെ ഡയബറ്റിക് എന്നുള്ള പ്രോബ്ലത്തിന്റെ ഒരു സിംറ്റമാണ് ഷുഗർ കൂടുന്നത്. അപ്പൊ മഞ്ഞപ്പിത്തം നമ്മൾ നോക്കുമല്ലോ, മഞ്ഞപ്പിത്തം എന്താ? ലിവറിന്റെ ഒരു പ്രോബ്ലത്തിന്റെ സിംറ്റമാണ് മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ എന്ന് പറഞ്ഞത് കൂടുന്നത് ലിവറിന്റെ പ്രോബ്ലമാണ്. അപ്പൊ പ്രോബ്ലം എവിടെ? ലിവറിനാണ്. അതുപോലെ തന്നെ ഷുഗർ, ഡയബറ്റിക് എന്നുള്ള പ്രോബ്ലത്തിന്റെ ഒരു സിംറ്റമാണ് ഷുഗർ കൂടുന്നത്, ബ്ലഡിൽ കൂടുന്നത്. ഡയബറ്റിക് എന്നുള്ളത് വേറൊരു അസുഖമാണ്, മനസ്സിലായ? ഷുഗർ വ്യത്യാസം വരുന്നത് അതിന്റെ സിംറ്റമാണ്. ഓക്കെ, നല്ല ലാബിൽ ചെക്ക് ചെയ്യണം. പക്ഷേ നല്ല ക്ലിയർ പിക്ചർ കിട്ടും നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നല്ല ക്ലിയർ പിക്ചർ കിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അടുത്തെങ്ങും വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. ഇതിൽ നമ്മൾക്ക് HSCRP എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം അത് ഓരോന്നും പറയാം. വേസ്റ്റ് ഹിപ്പ് റേഷ്യോ 0.9 കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസും ഡയബറ്റീസും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റിക് ആണുള്ള സാധ്യത കൂടുതലാണ്. ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാനും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടിയാൽ എന്താ അർത്ഥം? ഇൻസുലിൻ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നല്ലേ അർത്ഥം. ഇൻസുലിൻ കൂടുതൽ ലെവലിൽ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്നറിയോ? രക്തക്കുഴലിന്റെ ഭിത്തിയൊക്കെ കട്ടിവെക്കും, ഇൻഫ്ലമേഷൻ കൂടും. ഇൻഫ്ലമേഷൻ കൂട്ടുന്ന സാധനമാണ്. അതിന് ഒരു ലെവൽ വിട്ട് പോരുത്. ഇൻസുലിൻ ലെവൽ കൂടാൻ പാടില്ല. CRP ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷന്റെ ഒരു കെമിക്കലാണ്. ഇൻഫ്ലമേഷൻ വരുമ്പോൾ റിലീസ് ചെയ്യുന്ന കെമിക്കലാണ് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം, CRP. അതിൽ പക്ഷേ നമ്മൾ ബ്ലഡിൽ നോർമലായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന CRP ടെസ്റ്റ് ചെയ്താൽ പോരാ, ഹൈ സ്പെസിഫിക് CRP തന്നെ ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ശരീരത്തിൽ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ കാണിക്കുള്ളൂ. യൂറിക് ആസിഡ് അറിയാലോ, നമ്മളുടെ ബോഡിയിലെ മെറ്റബോളിസം. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂട്ടും, ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് യൂറിക് ആസിഡ് കൂടിയാൽ. എന്തുകൊണ്ട്? ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ കട്ടിവെക്കും, ക്രാക്സ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് യൂറിക് ആസിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് അറിയാലോ, വൈറ്റമിൻ ഡി ശരീരത്തിലെ 1000ഓളം പ്രവർത്തനങ്ങൾ അത് ഇടപെടുന്നുണ്ട്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, പവർഫുൾ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. എല്ലാ അവയവങ്ങളെയും അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ബ്രെയിൻ ആൻഡ് ഹാർട്ട്. ഇമ്മ്യൂൺ സിസ്റ്റം, ബ്രെയിൻ ഹാർട്ട് ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. നമ്മളുടെ വൈറ്റമിൻ ഡി K2 കൂടെ ചേർന്നാണല്ലോ, അതിന്റെ K2ന്റെ ബെനിഫിറ്റ് ഉണ്ട്. K2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, K2 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റമിൻ ഡി ആണ് ക്രൂഷ്യൽ. പിന്നെ ഹോമോസിസ്റ്റീൻ എന്താണ്? ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അമിനോ ആസിഡ്, സിസ്റ്റീൻ എന്ന് പറയുന്നത്, മെത്തിയോണിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ്. ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം, വെറുതെ. അതായത് മെത്തിയോണിൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡ് സിസ്റ്റീൻ എന്ന് പറഞ്ഞ അതിലേക്ക് മാറുന്ന ഒരു ഘടകമുണ്ട്. അത് ഇത് പ്യൂറിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മൾക്ക് ഈ യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രവർത്തനം നടക്കുന്നതാണ് നമ്മൾ മെത്തിയോണിൻ, സിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ DNA പ്രോസസ്സ് ഉണ്ടാക്കാനും DNA ബിൽഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ സിസ്റ്റീൻ ബോഡിയിൽ തിരിച്ച് വീണ്ടും മെത്തിയോണിൻ ആക്കണം. അതിന് പ്രോസസ്സ് വൈറ്റമിൻ B കോംപ്ലക്സിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. അപ്പോ ഈ മെത്തിയോണിൻ സിസ്റ്റീൻ ആവുന്ന പ്രോസസ്സിൽ നടക്കുന്ന ഇടയ്ക്ക് ഉണ്ടാവുന്ന സാധനമാണ് ഹോമോസിസ്റ്റീൻ. ഈ മെത്തിയോണിൻ ഹോമോസിസ്റ്റീൻ ആവും, ഹോമോസിസ്റ്റീൻ ആണ് സിസ്റ്റീൻ ആവുന്നത്, സിസ്റ്റീൻ ആണ് വീണ്ടും മെത്തിയോണിൻ ആവുന്നത്. ഇതൊരു സർക്കിളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ബോഡിയുടെ, അത് നമ്മൾ ആ കെമിസ്ട്രി വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ്, അതാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. എന്നുവെച്ചാല് ഹോമോസിസ്റ്റീൻ സിസ്റ്റീൻ ആക്കിയാൽ മാത്രമാണ് സിസ്റ്റീൻ വീണ്ടും മെത്തിയോണിൻ ആവാൻ പറ്റുള്ളൂ. അപ്പം ഈ ഹോമോസിസ്റ്റീൻ സിസ്റ്റീൻ ആവണമെങ്കിൽ B കോംപ്ലക്സ് വേണം ശരീരത്തിൽ നിന്ന്. നമ്മുടെ ഭക്ഷണ സാധനത്തില് തവിടില്ലല്ലോ, B കോംപ്ലക്സ് പോയി. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് B കോംപ്ലക്സിന്റെ വിഷയം എന്താ? B കോംപ്ലക്സ് ഒരു വാട്ടർ സോലുബിൾ ആണ്. നമ്മൾ വെജിറ്റബിൾ മേടിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ വാട്ടറിൽ കുറെ B കോംപ്ലക്സ് അങ്ങ് പോകും. പിന്നെ തിളപ്പിച്ച് കഴിയുമ്പോൾ അതും പോകും.
ബി കോംപ്ലക്സ് പല ബി കോംപ്ലക്സും നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട്. അപ്പൊ ഈ ഹോമോസിസ്റ്റിന്റെ അളവ് കൂടും. ബി കോംപ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസിസ്റ്റിന്റെ അളവ് കൂടും. ഹോമോസിസ്റ്റിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ക്ലോട്ട് ഉണ്ടാവും, ബ്ലോക്ക്, രക്തം കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. മെഗ്നീഷ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മെഗ്നീഷ്യം കുറഞ്ഞാൽ ബോഡിയുടെ എനർജി കുറയും. അത് മാത്രമല്ല ഫ്ലെക്സിബിലിറ്റി കുറയും. അതായത് മെഗ്നീഷ്യം യൂണിവേഴ്സൽ റിലാക്സന്റ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ മസിൽസിനെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മെഗ്നീഷ്യം. അത് റിലാക്സേഷൻ കുറയുമ്പോൾ രക്തക്കുഴലിന്റെ ഭിത്തികൾ സ്റ്റിഫ് ആവുമ്പോൾ ആ ഉള്ളിലെ ബ്ലഡിന് കൂടുതൽ പ്രഷർ അനുഭവപ്പെടും. അപ്പൊ ക്രാക്സ് വീഴും. അതുകൊണ്ടാണ് മെഗ്നീഷ്യത്തിന്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. വളരെയധികം ഗുണപ്രദം ചെയ്യും. നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എത്ര ഉണ്ടെന്ന് നമുക്ക്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു.